ഹലോ എവ്രി വൺ, അസ്സാം വലൈക്കും. ഈ ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പി എനിക്ക് വളരെ സ്പെഷ്യലാണ്. എന്താണെന്നറിയോ? എൻ്റെ വീട്ടിൽ വന്നിട്ടുള്ള എല്ലാ ഗസ്റ്റും ഒരേ സ്വരത്തിൽ എന്നോടൊരു ചോദിച്ചൊരു കാര്യമുണ്ട്, നിങ്ങൾക്ക് നല്ലൊരു റെസ്റ്റോറൻറ്റ് തുടങ്ങിക്കൂടെയെന്ന്. പലരും കുവൈറ്റിൽ വന്നതിൻ്റെ ശേഷം ഇത്ര ടേസ്റ്റുള്ള ബിരിയാണി കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞു കേൾക്കുമ്പോൾ ശരിക്കും ഭയങ്കര ഹാപ്പി ആവാറുണ്ട് ഞാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ റെസിപ്പി ഷെയർ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചത്. ഈ റെസിപ്പിക്ക് ഞാൻ 100% ഗ്യാരണ്ടി തരാം. എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടും. മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. സത്യമായിട്ട് ഞാൻ വെറുതെ പറയല്ല, എല്ലാവരും ഒന്ന് ഈ റെസിപ്പി എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നേരെ നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. അപ്പോൾ അതിന് വേണ്ടി ചിക്കൻ നല്ലോണം ഒന്ന് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് മാരിനേറ്റ് ചെയ്ത് 30 മിനിറ്റ് വെക്കണം. മാരിനേഷൻ്റെ ഇൻഗ്രീഡിയൻസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. പാൻ വെച്ച് ചൂടായ ശേഷം നല്ല ഓയിൽ ഒഴിച്ചതിന് ശേഷം തിൻലി സ്ലൈസ് ചെയ്തിട്ടുള്ള 2 വലിയ ഉള്ളി നല്ലോണം ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. അതിലേക്ക് ക്രഷ്ഡ് ഗ്രീൻ ചില്ലിയും ഗാർലിക്കും ആഡ് ചെയ്ത് കൊടുത്തിട്ട് പച്ചമണം പോണ വരെ ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. പിന്നീട് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഒന്ന് ഹാഫ് കുക്കാക്കി എടുക്കണം. കുറച്ച് ലിക്വിഡ് ആയിട്ടൊക്കെ തോന്നും, പക്ഷെ ഒരു കുഴപ്പമില്ല, അതൊക്കെ നമുക്ക് ആവശ്യമുണ്ട്. പിന്നെ നമുക്ക് ഓണിയനിലേക്ക് കട്ട് ചെയ്ത് വെച്ച ഒരു വലിയ ടൊമാറ്റോ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ ഓൾറെഡി ഹാഫ് കുക്ക് ചെയ്ത് വെച്ച ചിക്കൻ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് ഫ്രൈഡ് ഓണിയൻസും ആഡ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് സോൾട്ടൊന്ന് ചെക്ക് ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഒരു ഹാൻഡ് ഫുൾ ഓഫ് കൊറിയാൻഡർ ലീവ്സും കറി ലീവ്സും ആഡ് ചെയ്ത് കൊടുക്കാം. അടച്ച് വെച്ചൊരു 10 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. പിന്നെ ഗീ റൈസിൻ്റെ റെസിപ്പി ഞാൻ ഇവിടെ കാണിക്കില്ല, ഓൾറെഡി ഞാൻ ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. എല്ലാവരും സെയിം സ്റ്റെപ്പ് ഫോളോ ചെയ്തിട്ട് എന്തായാലും അതുപോലെ തന്നെ ഉണ്ടാക്കണം. ഇതൊക്കെ നമുക്ക് ബിരിയാണി ദമ്മിടുമ്പോൾ ആവശ്യമില്ല കേട്ടോ. എൻ്റെ ഈ സ്പെഷ്യൽ ബിരിയാണിയിലേക്ക് ഞാൻ യൂസ് ചെയ്യുന്ന പവിത്രം സൺഫ്ലവർ ഓയിലാട്ടോ. കുവൈറ്റിലെ എല്ലാ മേജർ ഹൈപ്പർ മാർക്കറ്റിലും ഇത് അവൈലബിൾ ആണ്. അപ്പോൾ പാൻ വെച്ച് അത് ഹീറ്റ് ആയതിന് ശേഷം അതിലേക്ക് ഓയിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ചിക്കൻ മസാല ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ലിക്വിഡ് ആയിട്ട് തോന്നും, പക്ഷേ ബിരിയാണി ദമ്മിട്ട് പൊട്ടിച്ച് കഴിഞ്ഞാൽ ആ ലിക്വിഡൊന്നും കാണൂല കേട്ടോ. ഇനി നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ച ഗീ റൈസ് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഓൾമോസ്റ്റ് ഒരു 85% കുക്കായ റൈസാണ്. പിന്നെ കുറച്ച് ഫ്രൈഡ് ഓണിയൻ, കാഷ്യൂ, റൈസിൻസ്, കൊറിയാൻഡർ ലീവ്സ്, പിന്നെ കുറച്ച് ഗരം മസാല, ഇതെല്ലാം ആഡ് ചെയ്തിട്ട് മസ്റ്റായിട്ട് ഒരു 5 മിനിറ്റെങ്കിലും ഹൈ ഫ്ലെയിമിൽ വെക്കണം. ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല കേട്ടോ ആ സ്റ്റെപ്പ്. എന്നിട്ട് വെരി ലോ ഫ്ലെയിമിൽ ഒരു 45 മിനിറ്റ്സ് വെച്ചതിന് ശേഷം മാത്രം ദമ്മ് പൊട്ടിക്കാം. ദമ്മ് പൊട്ടിക്കുമ്പോൾ വരുന്ന സ്മെല്ലുണ്ടല്ലോ, എൻ്റെ സാറേ, ഒന്നും പറയാനില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യണേ. മസ്റ്റായിട്ട് റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഓക്കെ, ബൈ.